നിങ്ങൾ ഒരു പുഷപ്പ് പോലും എടുക്കാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, പുഷപ്പിലോട്ട് എത്താനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ഓരോ ലെവൽ ഓഫ് പ്രോഗ്രഷൻ ഇടുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഒരു പുഷപ്പിലോട്ട് എത്താം. ഒരു ബിഗിനറായ വുമൻ തൊട്ട് മെൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രഷനാണ് ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. I'm Arun Thambi, internationally certified personal fitness trainer with a background of wrestling and football. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷേ അഗൈൻ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഒരു പുഷപ്പ് പോലും നേരെ ഒരു ഫോമിൽ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഫോമിൽ എത്താൻ ഒരു പുഷപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. അത് ലേഡീസ് ആവട്ടെ ജെൻസ് ആവട്ടെ, ഞാനിത് കണ്ടിട്ടുണ്ട്. എൻ്റെ ക്ലയൻസിൻ്റെ ഇടയിൽ ഇതൊക്കെ ഭയങ്കര ഒരു പുഷപ്പ് എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു, സോ അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം ഓൺ പ്രോഗ്രഷൻ ലെവൽസ് ഓഫ് പുഷപ്പ്. നമ്മളൊരു ബിഗിനറായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പുഷപ്പ് എടുക്കാം, പുഷപ്പ് എടുക്കുന്നതിലൂടെ എത്താം എന്നുള്ളത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പ്രോഗ്രഷൻസ് എന്ന് പറയുന്ന ഒരു ഡൗട്ടും വേണ്ട, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഹൂ എവർ ഇസ് ഇറ്റ് ഫ്രം എ ബിഗിനർ സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, നമുക്ക് പുഷപ്പ് എടുക്കാൻ പറ്റുന്ന സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പുഷപ്പ് എടുക്കാനുള്ള ഫസ്റ്റ് പ്രോഗ്രഷൻസ് എന്തൊക്കെയാണ്, ഓരോ പ്രോഗ്രഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ് വിത്ത് വാൾ പുഷപ്സ് ടു റെഗുലർ പുഷപ്സ് എത്രയാണോ അതെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇന്ന് ഒരു കാര്യം, പുഷപ്പ് എടുക്കും മുന്നേ നമ്മളെപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഞാൻ കാണാറുണ്ട്, ഗ്രിപ്പ് ഓഫ് പുഷപ്പ് എന്ന് പറയുന്നത് എല്ലാവരും കൈ ക്ലോസ് ചെയ്ത് വെച്ചാണ് എടുക്കുന്നത്. സോ നമ്മൾ ശരിക്കുന്ന കാര്യം, കൈ ഓപ്പൺ ചെയ്ത് വെച്ച് വേണം പുഷപ്പിന് ഫസ്റ്റ് പ്ലേസ്മെന്റ് ചെയ്യാൻ തന്നെ. അത് നമുക്ക് ഒരു സർഫസ് ഏരിയ സ്റ്റെബിലിറ്റിയും തരാൻ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ കൈൻ്റെ ഗ്രിപ്പ് ജസ്റ്റ് ഔട്ട്സൈഡ് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ഗ്രിപ്പ് ആൻഡ് പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ പല പല ആൾക്കാർക്ക് പല ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നെക്ക് കൊണ്ട് ഇങ്ങനെ പുഷപ്പ് ചെയ്യുന്ന നെക്ക് കൊണ്ട്. ഇതൊന്നുമില്ല, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അക്രോസ് പുഷപ്പ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. സോ അത് ഇന്ന് ഞാൻ ആ ഓരോ പ്രോഗ്രഷനിലും കാണിക്കാം. നിങ്ങൾ ഓരോ പ്രോഗ്രഷൻ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി കറക്റ്റാ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എങ്ങനെ പുഷപ്പ് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷപ്പിന്റെ പ്രോഗ്രഷൻ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അഭിജിത്ത് ഉണ്ട്. അഭിജിത്ത് ഇവിടെ ട്രെയിനറാണ്, ഞാൻ അഭിജിത്ത് വിളിക്കാം. അഭിജിത്താണ് ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. സോ അഭിജിത്ത് സർട്ടിഫൈഡ് ട്രെയിനറാണ്, പേഴ്സണൽ ട്രെയിനിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ജിമ്മിലെ ട്രെയിനറും കൂടെയാണ്. സോ അഭിജിത്ത് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. താങ്ക്സ് അഭിജിത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പുഷപ്പിന്റെ ഫസ്റ്റ് പ്രോഗ്രഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ വാൾ പുഷപ്സ് ഇസ് ദ ഫസ്റ്റ് പ്രോഗ്രഷൻ. സോ ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എല്ലാവർക്കും ചെയ്യാം. ഒരു ബിഗിനർ ആയിട്ടുള്ള വിമൺ ആയിരുന്നാലും മെൻ ആയിരുന്നാലും ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ വാൾ പുഷപ്പിന്റെ ഫസ്റ്റ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അഭിജിത്ത് നമുക്ക് വാൾ പുഷപ്പ് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കൈയുടെ വിരലുകൾ എപ്പോഴും വിരിച്ചു വെക്കുക, ഷോൾഡർ വിട്ടിന്റെ കുറച്ച് പുറത്തായിട്ട് കൈ വെക്കുക. അതിനുശേഷം നമ്മൾ ആ വിട്ട് കറക്റ്റ് ഷോൾഡർ വിട്ടിന് ജസ്റ്റ് താഴെയായിട്ട് വെക്കുക, ഫുൾ ആം ഡിസ്റ്റൻസിൽ നമ്മൾ വിട്ട് വെക്കുക. അഭിജിത്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. കുറച്ചുകൂടെ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുക, നിൽക്കുക. സോ അഭിജിത്തിന്റെ പൊസിഷൻ കണ്ടല്ലോ, ഈ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ത്രൂ ഔട്ട് ദ പുഷപ്പ്. അപ്പോൾ അഭിജിത്ത് പുഷപ്പ് ചെയ്യും, പുഷപ്പ് ചെയ്ത് യെസ് അമ്മ കണ്ടല്ലോ. ഇതിന്റെ ഒന്നുകൂടെ ചെയ്തുകൊണ്ടിരുന്നു. യെസ്, വീണ്ടും ചെയ്തേ. കണ്ടല്ലോ അഭിജിത്തിന്റെ എൽബോ കണ്ടോ, എൽബോയുടെ ഡിസ്റ്റൻസ് കണ്ടോ. സോ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പുഷപ്പ് ചെയ്യാൻ നോക്കാം. ഇത് ഈസി പ്രോഗ്രഷൻ ആണ് വാൾ പുഷപ്പിന്റെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് ദ വാൾ പുഷപ്പ് പ്രോഗ്രഷൻ. ഓക്കെ, ഇതിൽ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു 3 സെറ്റ്സ് ഓഫ് 30 to 40 റെപ്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഒരു സെറ്റിൽ ഒരു 30 to 40 റെപ്പ് നിങ്ങൾ ചെയ്ത് അങ്ങനെ 3 to 4 സെറ്റ്സ് ചെയ്യണം ബിഫോർ ഗോയിങ് ടു ദ നെക്സ്റ്റ് പ്രോഗ്രഷൻ ഓഫ് പുഷപ്സ്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ പുഷപ്പ്. നമ്മുടെ സ്റ്റെർണത്തിന്റെ ഹൈറ്റിൽ ഉള്ള ഒരു സർഫസ്, നിങ്ങൾക്ക് അത് എവിടെ വേണം നോക്കാം. വീട്ടിലെ ഏതെങ്കിലും ഒരു സർഫസ് സ്റ്റെർണത്തിന്റെ ഹൈറ്റ് വരുന്നതോ, അത് ബേസിക്കലി ഒരു ചെയറോ ബെഞ്ചോ ടേബിളോ എന്ത് രീതിയിലുള്ള ഒരു നമ്മൾ സ്റ്റഡി ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പം അഭിജിത്ത് കാണിക്കും അത് എങ്ങനെയാണെന്നുള്ളത്. സ്റ്റെർണം ഹൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, കൈ ഓപ്പൺ ആക്കി വെക്കുക, ഷോൾഡറിന്റെ ജസ്റ്റ് ഔട്ട്സൈഡ് വെക്കുക, ആൻഡ് കൈ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക, അതാണ് ആ ലെങ്ത്. ആ ലെങ്ത് നിന്ന് സെയിം പുഷപ്പ് ചെയ്യുക തിരിച്ച്. മേക്ക് ഷുവർ ചെസ്റ്റ് അവിടെ ടച്ച് ചെയ്യാൻ നോക്കുക, ടച്ച് ചെയ്തിട്ട് തിരിച്ച് യു കമ്മ. ഓക്കെ, ആൻഡ് ദെൻ അഗൈൻ ചെയ്ത് നമ്മൾ താഴോട്ട് പോകുമ്പം യു ബ്രീത്ത് ഇൻ,
മുകളിലോട്ട് വരുമ്പോൾ യു ബ്രീത്ത് ഔട്ട്. നേരത്തെ ചെയ്തതിനകത്ത് ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. വെൻ യു ഗോ ഡൗൺ യു ബ്രീത്ത് ഇൻ ആൻഡ് വെൻ യു ഗോ അപ്പ് ബ്രീത്ത് ഔട്ട്. ഇതും സെയിം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു 3 sets of 30 to 40 നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ചേഞ്ച് ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രഷൻ. സോ അതുവരെ കണ്ടിന്യൂസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ദിസ് ഇസ് ദ നെക്സ്റ്റ് ലെവൽ. സോ ഇൻക്ലൈനിൽ സ്റ്റെർണത്തിന്റെ ഹൈറ്റിലുള്ള ഒരു പ്രോഗ്രഷൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ലെവൽ ഓഫ് പുഷപ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ് ഇൻക്ലൈൻ പുഷപ്പ് ആണ്. സോ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഹിപ്പ് ലെവലിന്റെ ഹൈറ്റിലുള്ള ഒരു സർഫസ് വേണം സെറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെ ഇപ്പൊ ഞാൻ സ്മിത്ത് മെഷീന്റെ ഹിപ്പ് ലെവലിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഹൈറ്റിൽ. ഇനി നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഹിപ്പ് ലെവലിൽ എന്താണോ ഹൈറ്റുള്ള ഒബ്ജക്ട്സ്, ടേബിളോ ചെയറോ വിച്ച് ഇസ് നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്സ്. സോ അതും കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ പൊസിഷൻ ചെയ്യുക. ദെൻ അഗൈൻ യു ഗോ ഡൗൺ അപ്പ്. മാക്സിമം ചെസ്റ്റ് ടച്ച് ചെയ്യാൻ നോക്കുക. നല്ല കറക്റ്റ് മൂവ്മെന്റിൽ നമ്മുടെ ബോഡി കറക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് ദെൻ യു കം അപ്പ് അഗൈൻ. ഇതിലെല്ലാം നമ്മൾ ബോഡിയുടെ ആ സ്റ്റഡി ആയിട്ടുള്ള വളയാതെ കോർ എൻഗേജ് ചെയ്ത് ചെയ്യാൻ നോക്കണം. ദെൻ വാട്ട് യു ക്യാൻ ഡു ഇസ് വെൻ യു ഗോ ഡൗൺ ബ്രീത്ത് ഇൻ ആൻഡ് വെൻ യു കം അപ്പ് ബ്രീത്ത് ഔട്ട്. ഇത് സെയിം പ്രോസസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ് തന്നെയാണ്, വേറെ ചെയ്യുന്നില്ല. സെയിം തന്നെയാണ് ഇവിടെയും 3 sets of 30 to 40 ചെയ്യുക. വൺസ് യു കംഫർട്ടബിൾ ഡൂയിങ് വിത്ത് ദിസ് യു ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പ്രോഗ്രഷൻ. സോ അടുത്ത പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അഡ്വാൻസ് ഇൻക്ലൈൻ പുഷപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വൺസ് യു കംഫർട്ടബിൾ മൂവിങ് ടു നെക്സ്റ്റ് പ്രോഗ്രഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ മൂവ് ടു ദ നീ പുഷപ്പ് പ്രോഗ്രഷൻ. സോ ഇവിടെ അഭിജിത്ത് നിൽക്കുന്ന പൊസിഷൻ കണ്ടല്ലോ, നീസ് പ്ലേസ് ചെയ്യുക, കാല് പിവറ്റ് ചെയ്ത് വെക്കുക, വച്ചതിന് ശേഷം ബോഡി ഇൻ ലൈൻ കറക്റ്റ് ആയിട്ട് പിടിക്കുക, കോർ എൻഗേജ് ചെയ്യുക, ഷോൾഡേഴ്സ് കറക്റ്റ് പൊസിഷനിൽ വരിക. ദെൻ സെയിം പൊസിഷൻ, കൈ നല്ലോണം വിരിച്ചു വെക്കുക. യെസ്, കൈ നല്ലോണം വിരിച്ചു വെക്കുക, ടേൺ ചെയ്യുക. Then same, you go down, yes, touch, and then you come up. One, again, go down, and then you come up. Again, go down, and when you come up. This same തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്കി പ്രോസസ് എല്ലാം സെയിം ആണ്. ബ്രീത്ത് ഇൻ when you go down and breathe out when you come up. So ഇതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇതും സെയിം ഫോർ 3 sets around 30 to 35 reps നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രഷൻ. സോ അടുത്ത ലെവൽ ഓഫ് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീല് കംഫർട്ടബിൾ ആയി ഈസി ആയി തോന്നുന്ന സമയത്ത് നമ്മൾ ഈ പ്രോഗ്രഷൻ ഇട്ടു. ഇത് ആദ്യം അഭിജിത്ത് പ്ലാങ്കിലോട്ട് വന്ന് പുഷപ്പ് പ്ലാങ്ക് പൊസിഷനിലോട്ട് നമ്മൾ ഇരിക്കുക. ദെൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് താഴെ പോകാൻ പറ്റും. താഴെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ നീ കൊടുക്കുക. നീല് വന്നിട്ട് യു കം അപ്പ് ഓൺ നീ. ദെൻ അഗൈൻ കാല് തറയിലോട്ട് വെച്ചിട്ട് വീണ്ടും പ്ലാങ്ക് പൊസിഷനിലോട്ട് വരാം. അഗൈൻ യു ഗോ ഡൗൺ, അവിടെ നീ കൊടുക്കുക. Then you come up on knee and again back to plank position. So ഇതാണ് അടുത്ത ലെവൽ ഓഫ് പ്രോഗ്രഷൻ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. So again knee കൊടുക്കുക, come up, again go to plank position, again stand. So this is the next level of progression. ഇതും ഒരു 3 sets of 20 to 25 reps നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ലാസ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രഷൻ which is the normal push-up നമുക്ക് പോകാം. So ലാസ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രഷൻ പുഷപ്പിലോട്ട്. അപ്പൊ നമ്മൾ സെയിം തന്നെ അവർ കൈ വെച്ച് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൈ ഓപ്പൺ ചെയ്ത് വെക്കുക. ഒന്ന് സ്ലൈറ്റ് ആയിട്ടൊന്ന് കൈ തിരിക്കുക, ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക ഔട്ട് സൈഡിലോട്ട്. ദെൻ അഗൈൻ ഗോയിങ് ടു പ്ലാങ്ക് പൊസിഷൻ. അവിടെ നിന്നിട്ട് താഴോട്ട് പോവുക, എൽബോ 30 to 60 degrees ടു ദ ബോഡി ആയിരിക്കണം. ദെൻ യു ഗോ ഡൗൺ, ദെൻ ബ്രീത്ത് ഇൻ, വെൻ യു കം അപ്പ് ബ്രീത്ത് ഔട്ട്. അഗൈൻ ഗോ ഡൗൺ, കം അപ്പ്, ബ്രീത്ത് ഔട്ട്. അഗൈൻ ഗോ ഡൗൺ ആൻഡ് കം അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇതാണ് നമ്മുടെ നോർമൽ പുഷപ്പ് എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് എത്താനുള്ള പ്രോഗ്രഷൻസ് ആണ് ഇത്രയും കാണിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോരോ പ്രോഗ്രഷൻ നിങ്ങൾക്ക് ഈസി ആവുന്ന സമയത്ത് നമുക്ക് അടുത്തടുത്ത പ്രോഗ്രഷനിലോട്ട് പോവാം. ഓക്കെ, അഗൈൻ താങ്ക്സ് അഭിജിത്ത് ഫോർ ഹെൽപ്പിംഗ് മീ. സോ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് ഒരാളും കൂടെ ഉണ്ട്, ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചു തരാം. സോ ദിസ് ഇസ് അജയ്, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ. സോ അഗൈൻ അഭിജിത്ത്, താങ്ക് യു. അഭിജിത്ത് ഉള്ളതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ജിമ്മിൽ. സോ നമ്മൾ ഇന്ന് ചെയ്ത ഈ പ്രോഗ്രഷൻസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒരു ടിപ്പിക്കൽ ഇതെന്ന് വെച്ചാൽ ചിലപ്പം എല്ലാവരും ഒരേ പ്രോഗ്രഷനിലായിരിക്കത്തില്ല. ചിലർ നീ പുഷപ്പിന്റെ പ്രോഗ്രഷനിലായിരിക്കും, ചിലവർ വാൾ പുഷപ്പിന്റെ പ്രോഗ്രഷനിലായിരിക്കും. സോ ഏതേത് പ്രോഗ്രഷനിൽ നിൽക്കുന്നു ആ പ്രോഗ്രഷൻ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് വാളിൽ നിന്ന് തുടങ്ങണം എന്നില്ല. ഇപ്പൊ ബിഗിനർ ആയിട്ട് ഒരാൾക്ക് ക്യാൻ കം ടു ദ വാൾ ആൻഡ് ഡു ദാറ്റ്. ചിലപ്പം ചില ആൾക്കാർ ഓൾറെഡി നീ പുഷപ്പ് എടുക്കാനിരിക്കും, അപ്പൊ നീ പുഷപ്പിന്റെ പ്രോഗ്രഷൻ മൂലം അടുത്ത് അങ്ങോട്ട് ചെയ്യുക. സോ അത് ബേസ്ഡ് ഓൺ
നിങ്ങളുടെ എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ വീഡിയോ മറക്കാതെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമന്റ്.